കോൺഗ്രസിൽ സുധാകരൻ്റെ യുഗം അവസാനിക്കുന്നു. KPCCയിൽ നേതൃമാറ്റത്തിന് സാധ്യതയാണ് കാണുന്നത്. ഒടുവിൽ കിട്ടുന്ന സൂചന അനുസരിച്ച് KPCC അധ്യക്ഷനെ കോൺഗ്രസ് ഹൈക്കമാൻഡ് മാറ്റും. ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ ദേശീയ തല ഫലം കേരളത്തിലേക്കും പ്രതിഫലിക്കും. അതിനിടെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഫലം വരുന്നതുവരെ KPCC പ്രസിഡൻറ്റിൻ്റെ ചുമതല നിർവഹിക്കാനാണ് AICC നിർദ്ദേശം ആക്ടിംഗ് പ്രസിഡന്റ് MM ഹസന് ലഭിച്ചത്. പദവി കിട്ടാത്തതിൽ സുധാകരൻ ഹൈക്കമാൻഡിനെ അതൃപ്തി അറിയിക്കും. തെരഞ്ഞെടുപ്പ് പ്രക്രിയ പൂർത്തിയാകും വരെ സുധാകരന് പകരം പ്രസിഡന്റിൻ്റെ ചുമതല നിർവഹിക്കാനാണ് ഹസന് നേരത്തെ നൽകിയ നിർദ്ദേശം. ജൂൺ 4-ാം തീയതി വോട്ടെണ്ണുന്നതോടെ അത് കഴിയും. അതല്ല, അതിനു മുൻപ് AICCയുടെ നിർദ്ദേശം വന്നാലും ഒഴിയുമെന്ന് ഹസൻ പറയുന്നുണ്ടെങ്കിലും എങ്ങനെയും കടിച്ചു തൂങ്ങാനാണ് ഹസൻ്റെ ശ്രമം. അതുകൊണ്ട് തന്നെയാണ് സുധാകരന് ചുമതല നൽകാത്തത്. AICC നിർദ്ദേശപ്രകാരമാണെന്ന് താൻ തുടരുന്നതെന്ന് പറയുന്നെങ്കിലും അത് KC വേണുഗോപാലിൻ്റെയും ഗ്രൂപ്പിൻ്റെയും താല്പര്യത്തിലാണ്. ഇതിനെ സുധാകരൻ ചോദ്യം ചെയ്യുകയാണ്. എന്നാൽ AI ഗ്രൂപ്പുകളുടെ പിന്തുണ സുധാകരൻ ഇല്ലാതാനും. അതുകൊണ്ട് തന്നെ ഈ എതിർപ്പ് തൽക്കാലം കാര്യമാക്കുന്നില്ല ഒരു നേതാക്കളും. ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഫലപ്രഖ്യാപനത്തിന് ശേഷം അഴിച്ചുപണിയിലേക്ക് പാർട്ടി നീങ്ങുമെന്നാണ് ചില നേതാക്കൾ സൂചിപ്പിക്കുന്നത്. ഇത് സംബന്ധിച്ച് താനും സുധാകരനും തമ്മിൽ തർക്കമില്ല. ഉടനെ തിരിച്ചു വരാൻ അദ്ദേഹം ആഗ്രഹം പ്രകടിപ്പിച്ചതായി തനിക്ക് അറിവില്ല. മാറിക്കൊടുക്കാതിരിക്കുക എന്ന പ്രശ്നം ഉദിക്കുന്നില്ല. AICC നിർദ്ദേശം എന്തായാലും അത് അനുസരിക്കും. കൂടിയാലോചനകളിലൂടെ തീരുമാനങ്ങൾ എടുക്കുന്ന ശൈലിയാണ് താൻ പിന്തുടരുന്നത്. താനും KC വേണുഗോപാലും VD സതീശനും രമേശ് ചെന്നിത്തലയും ആലോചിച്ചാണ് ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട എല്ലാ തീരുമാനവും എടുത്തത്. അത്യാവശ്യമുള്ള കാര്യങ്ങൾ സുധാകരനുമായി സംസാരിച്ചിട്ടുണ്ടെന്നുമൊക്കെയാണ് ഹസൻ പറയുന്നത്. ഹസൻ്റെ ഈ പറച്ചിൽ കേൾക്കുമ്പം ചിരിയാണ് വരുന്നത്. കാരണം അദ്ദേഹം വലിയ മാന്യനാണ്, അദ്ദേഹം വലിയ സമ്മതിയുള്ള ആളാണ്, പാർട്ടിയിൽ വലിയ പ്രവർത്തകരുടെ സമ്മതിയുള്ള ആളാണ് എന്ന് വരുത്തി തീർക്കാൻ അദ്ദേഹത്തിൻ്റെ കൈകൾ ശുദ്ധമാണ്, അദ്ദേഹം എല്ലാവരെയും ചേർത്ത് നിർത്തി കൊണ്ടുപോകാൻ ശ്രമിക്കുന്ന ഒരാളാണെന്നൊക്കെ വരുത്തി തീർക്കാൻ പെടുന്ന പാട് ചില്ലറയല്ല. മാത്രമല്ല, കോൺഗ്രസിലും UDFിലും അവസരങ്ങളില്ലാതെ തെരഞ്ഞെടുപ്പ് പൂർത്തിയാക്കാൻ കഴിഞ്ഞുവെന്നാണ് ഹസൻ അവകാശപ്പെടുന്നത്. വോട്ടെടുപ്പിന് മുൻപ് പറഞ്ഞ 20-ൽ 20 സീറ്റ് തന്നെയാണ് വോട്ടെടുപ്പിന് ശേഷവുമുള്ള കോൺഗ്രസ് വിശകലനം. അതിനിടെ കണ്ണൂരിൽ സുധാകരൻ തോൽക്കുമെന്നതടക്കമുള്ള സംശയങ്ങൾ കോൺഗ്രസ് നേതൃത്വത്തിലുണ്ടെന്നാണ് വസ്തുത. സുധാകരനെതിരെ A ഗ്രൂപ്പ് ശക്തമായി രംഗത്തുണ്ട്. KPCC അധ്യക്ഷ സ്ഥാനം A ഗ്രൂപ്പിന് കിട്ടിയേ തീരുവെന്നാണ് അവരുടെ നിലപാട്. ഹസൻ യഥാർത്ഥത്തിൽ A ഗ്രൂപ്പാണ്. താരതമ്യേന ചെറുപ്പമായ പ്രതിപക്ഷ നേതാവിനൊപ്പം പാർട്ടിക്ക് പുതിയ മുഖം നൽകാൻ KPCC അധ്യക്ഷനടക്കം മാറണമെന്ന അഭിപ്രായവും പല നേതാക്കളും പങ്കുവയ്ക്കുന്നു. മറ്റ് സംസ്ഥാനങ്ങളിൽ എന്ന പോലെ ചെറുപ്പക്കാരെ പാർട്ടി നേതൃത്വത്തിലേക്ക് കൊണ്ടുവന്നാൽ സംഘടനാ ദൗർബല്യം പരിഹരിക്കാനും സംഘടനാ സംവിധാനം എണ്ണയിട്ട യന്ത്രം പോലെ പ്രവർത്തിക്കാനും വഴിതെളിക്കുമെന്നാണ് മുതിർന്ന നേതാക്കളുടെ അഭിപ്രായം. കോൺഗ്രസിനെ വേറുറ്റതും ചടുലമാക്കിയ നേതാവെന്ന നിലയിൽ ശ്രദ്ധേയനായ സുധാകരനെ ഒഴിവാക്കുന്നത് ഉചിതമാണോ എന്ന ചർച്ചയും പാർട്ടിക്കുള്ളിലുണ്ട്. ജാതിമത സമവാക്യങ്ങൾ പാലിക്കപ്പെടേണ്ടതുണ്ട്. ക്രിസ്ത്യൻ ന്യൂനപക്ഷങ്ങൾ പാർട്ടിയിൽ നിന്ന് അകലുന്നതും തലയെടുപ്പുള്ള നേതാക്കൾ ഈ വിഭാഗത്തിൽ നിന്ന് കുറയുന്നതും അവരുടെ വോട്ട് ബാങ്കിനെ കാര്യമായി ബാധിക്കുന്നുവെന്ന വിഷയം പാർട്ടി കേന്ദ്ര നേതൃത്വത്തിൽ ചർച്ചയുണ്ട്. പഴയതുപോലെ ക്രൈസ്തവ വോട്ടുകൾ കോൺഗ്രസിന് ലഭിക്കുന്നില്ല. മാത്യു കുഴൽനാടനെ നേതൃത്വം ഏൽപ്പിക്കണമെന്ന് ആഗ്രഹിക്കുന്നവരുണ്ട്. പക്ഷേ നേതൃപാഠവും പരിചയസമ്പത്തും കണക്കിലെടുത്ത് മുതിർന്ന നേതാക്കളായ മുരളീധരൻ, അടൂർ പ്രകാശ്, കൊടിക്കുന്നിൽ സുരേഷ്, ബെന്നി ബെഹനാൻ തുടങ്ങിയവർ നേതൃത്വത്തിൽ വരണമെന്നും ആഗ്രഹിക്കുന്ന പല ആളുകളുമുണ്ട്. അതിനായി ചരട് വലികൾ നടക്കുന്നുമുണ്ട്. ഏതായാലും നമുക്ക് കാത്തിരുന്ന് കാണാം. ഈ തെരഞ്ഞെടുപ്പോടുകൂടി, ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ ഫലം വരുന്നതോടുകൂടി കോൺഗ്രസ്സിന് എന്തെങ്കിലുമൊക്കെ സംഭവിക്കും.